സങ്കീർത്തനം 73:25. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും. സത്യമാണോ? ഒന്നുകൂടി ആ വചനം വായിച്ചേ. സ്വർഗത്തിൽ, സങ്കീർത്തകൻ പറയാണ്, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? അത് പിന്നെ നമുക്ക് വേറെ സംശയമൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തമ്പുരാൻ്റെ കരങ്ങളിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, നമുക്കറിയാം. പക്ഷെ സങ്കീർത്തനം കൂട്ടിച്ചേർക്കാണ്, ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ പറഞ്ഞേ, അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇത് പറയുന്നത്ര എളുപ്പമല്ല കേട്ടോ. കാരണം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിച്ചാൽ മാത്രമേ ദൈവത്തിന് വേണ്ടി ഒരു ആഗ്രഹം ഉള്ളെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സങ്കീർത്തകൻ പറയാണ്, കർത്താവേ, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വചനം ഒന്നുറക്കെ വായിക്കാവോ? എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. പിന്നെയോ, അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ഒന്ന് ശ്രദ്ധിച്ച് സങ്കീർത്തകനാണ്, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം. ശരീരത്തെക്കാളും മനസ്സ് ക്ഷീണിച്ച എല്ലാം ക്ഷീണിക്കും, ശരീരവും ക്ഷീണിക്കും, അല്ലേ? മനസ്സിനൊരു ബലമുണ്ടെങ്കിൽ ശരീരത്തിൽ അല്പം ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സ് ബലം പ്രാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇവിടെ സങ്കീർത്തകൻ പറയാണ്, എൻ്റെ മനസ്സും എൻ്റെ ശരീരമൊക്കെ ക്ഷീണിക്കുന്ന സമയമുണ്ട്. മനസ്സ് തളരുന്ന, ശരീരം തളരുന്ന, മനസ്സ് ക്ഷീണിക്കുന്ന, മനസ്സിന് അസ്വസ്ഥപ്പെടുന്ന, ശരീരത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാകുന്ന സമയം ഉണ്ടാകുമ്പോഴും സങ്കീർത്തകൻ പറയാണ്, അവിടെ നിന്നാണ് എൻ്റെ ബലം, അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ശരിക്കും നമ്മുടെ ബലം കർത്താവാണോ? സത്യം പറയണം കേട്ടോ, നുണ പറയരുത്. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ശരിക്കും നമ്മുടെ ബലം, മനസ്സിൻ്റെ ബലം കർത്താവാണോ? ശരീരത്തിൻ്റെ ബലം കർത്താവാണോ? നമുക്ക് ശരീരത്തിന് അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ, മനസ്സിന് വിഷമം വരുമ്പോൾ നമ്മൾ ബലം പ്രാപിക്കുന്നത് കർത്താവിലാണോ? ആണോ? ശരിക്കും ആണോ? അല്ലെങ്കിൽ ഓടി വന്നിട്ട്, അച്ഛാ, എൻ്റെ മനസ്സിനൊരു ബലമില്ല അച്ഛാ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക അച്ഛാ, അച്ഛാ 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 അച്ഛാ. ചിലർ കാണാവുന്ന എല്ലാവരെയും വിളിക്കും, ചിലർ നാട്ടുകാരെ വിളിക്കും, ചിലർ അയലോക്കത്തേക്ക് പോകും, ചിലർ കവന്നടിച്ച് കിടക്കും, ചിലർ തലയണ നനയ്ക്കും, ചിലർ വാതിലടയ്ക്കും, ചിലർ ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പോൾ ഉള്ള ബലം കൂടി പോകും. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ ബലം എന്ന് പറഞ്ഞാൽ, ഈ അനുഭവത്തിൽ ശരീരം ക്ഷയിക്കുമ്പോൾ, മനസ്സ് തളരുമ്പോൾ, അവിടെ നിന്ന് മാത്രമാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ അങ്ങോട്ട് പോകാനില്ലെന്ന്. അതുകൊണ്ട് ഈ കർത്താവിൽ ഞാൻ എൻ്റെ ബലം പ്രാപിക്കുക, അല്ലെങ്കിൽ മനസ്സും ശരീരമൊക്കെ തളരുമ്പോൾ ആ തളർച്ചയിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നത് കർത്താവിലുള്ള ആശ്രയത്വത്തിൽ മാത്രമാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ തളർച്ച പോട്ടെ, മനസ്സ് തളരുമ്പോൾ, മനസ്സ് തളർന്നു പോകുമ്പോൾ, അങ്ങനെ തളർന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ചിലർക്ക് ചെറിയ കാരണങ്ങൾ പറയും മനസ്സ്, അല്ലേ? ചെറിയ കാര്യങ്ങൾ മതി ചിലരുടെ മനസ്സ് ഇടിഞ്ഞു പോകും. ചിലർ ഇച്ചിരൂടെയൊക്കെ മനസ്സിനൊക്കെ കട്ടിയും ബലമൊക്കെ ഉള്ളത് കൊണ്ട് അതിനേക്കാളും കട്ടി കൂടിയ, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു വിഷയം വരുമ്പോൾ എന്തായാലും തളർന്നു പോകും. ഇങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സങ്കീർത്തകൻ പറയാണ്, കർത്താവ് ആണ് എൻ്റെ ബലം. ഹല്ലേലൂയ. ഇവിടെ ഈ കൺവെൻഷൻ ഹാളിൽ മാത്രം ഇത് പറഞ്ഞാൽ പോരാ, ഇങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളുകൊണ്ട് പറയണം, എൻ്റെ കർത്താവാണ് എൻ്റെ ബലം, എൻ്റെ കർത്താവാണ് എൻ്റെ ബലം, അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ ബലം, അവിടെ നിന്ന് മാത്രമാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. സ്വരംപുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ കൂടെ 28-ാമത്തെ വചനം കൂടി ഒന്ന് കൂട്ടി വായിച്ചേ, 28. എന്നാൽ
ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത നശിച്ചു പോകുന്ന അതിന് മുമ്പിലുണ്ട്, അതും മാറ്റിവെച്ചിട്ടാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. എൻ്റെ മനസ്സിൻ്റെ ആനന്ദ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. മനസ്സ് തളരുമ്പോൾ സങ്കീർത്തകൻ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കർത്താവാണ് എൻ്റെ ബലമെന്ന് സങ്കീർത്തകൻ പറഞ്ഞു. രണ്ട്, കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിലാണ് എൻ്റെ ആനന്ദമെന്നും സങ്കീർത്തകൻ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവാണ് എൻ്റെ, പറഞ്ഞേ, ഭർത്താവല്ല, ആരാണ്? ഭർത്താവാണ് നിങ്ങളുടെ ബലമെങ്കിൽ ഭർത്താവിൻ്റെ ബലം പോയാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബലം പോവും. അല്ലെ, ഭർത്താവിലാണ് നിങ്ങളുടെ ബലമെങ്കിൽ ഭർത്താവിൻ്റെ ബലം കുറയുമ്പോൾ നിങ്ങളുടെ ബലവും കുറയും. അതുകൊണ്ട് ഭർത്താവിലൊന്നും ഒരു ബലവും, ഭർത്താവിനൊന്നും നിങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിലോ ഭാര്യയിലോ മക്കളിലോ ഒന്നും അല്ല നമ്മുടെ ബലം. നമ്മുടെ സാമ്പത്തിക മേഖലയിലോ ഭദ്രതയിലോ ഒന്നുമല്ല നമ്മുടെ ബലം. നമ്മുടെ ബലം കർത്താവിലാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു സങ്കീർത്തകൻ പറയാണ്, ഞാൻ കർത്താവിനോട് ചേർന്നിരുന്നു, കർത്താവിലാണ് എൻ്റെ ആനന്ദം. കാരണം മനസ്സ് ക്ഷീണിക്കുമ്പോൾ, ശരീരം ക്ഷീണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ബലം കുറയും, മനസ്സിൻ്റെ ശക്തി കുറയും, മനസ്സിൻ്റെ കരുത്ത് താണുപോകാൻ തുടങ്ങും. അങ്ങനെ മനസ്സിൻ്റെ ബലം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിനെ ഭയവും ആകുലതയും സങ്കടവും നിരാശയും ദുഃഖമൊക്കെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സന്തോഷിക്കാനൊന്നും പറ്റിയല്ല. ഹല്ലേലൂയ. നമ്മൾ ബലം പ്രാപിച്ച വിഷയങ്ങളിൽ, നമുക്ക് കരുത്തുണ്ട് എന്ന് വിചാരിച്ച വിഷയങ്ങളിൽ തന്നെ തകർച്ചയുണ്ടായ പിന്നെ നമുക്ക് എന്തിനാ ബലമുള്ളത്? അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, മനസ്സും ശരീരമൊക്കെ തളരുമ്പോൾ എൻ്റെ കർത്താവിലാണ് എൻ്റെ ബലം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ, ഞാൻ കർത്താവിൽ അവനോട് ചേർന്ന് നിന്ന് കർത്താവിൽ ഞാൻ ആനന്ദിക്കും, അല്ലെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഹല്ലേലൂയ. പിന്നെ ഇങ്ങോട്ട് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉള്ളുകൊണ്ട് പറയേണ്ട, ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ്? പറഞ്ഞുകൊണ്ട് പോകണം, കർത്താവാണ് എൻ്റെ ബലം, കർത്താവിൽ ഞാൻ ആനന്ദിക്കും, കർത്താവാണ് എൻ്റെ, പറഞ്ഞേ. ഇത് സുഹൃതജപമായിട്ട് ഒരാഴ്ച പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സുഹൃതജപമാണ്. എന്താണ്? കർത്താവാണ് എൻ്റെ ബലം, ഞാൻ കർത്താവിൽ. ഉറക്കെ പറഞ്ഞേ. കേൾക്കാൻ പറ്റുന്നില്ലോ? ഇത് പറയാനുള്ള ബലം പോലും നിങ്ങൾക്കില്ല കേട്ടോ. ഇത് പറയാനുള്ള ബലം പോലും നിങ്ങൾക്ക് ഇപ്പോഴേ ഇല്ല, പിന്നെയാണ് നിങ്ങൾ പറയാമോ? ഉറക്കെ പറഞ്ഞേ. കർത്താവാണ് എൻ്റെ ബലം, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവാണ് എൻ്റെ ബലം, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവാണ് എൻ്റെ ബലം, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു സുഹൃത്ത് ജപം പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉള്ളുകൊണ്ട് പറയുമ്പോൾ, വചനം അങ്ങോട്ട് ഏറ്റു പറയുമ്പോൾ, മനസ്സ് തളരുമ്പോൾ, ശരീരം തളരുമ്പോൾ, അസ്വസ്ഥതകളൊക്കെ മനസ്സിനെ ശരീരത്തേക്ക് അലട്ടാൻ തുടങ്ങുമ്പോൾ, ഇതങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിനും മനസ്സിനും ബലമുണ്ടാകാൻ തുടങ്ങും. ആ ബലക്ഷയം മൂലം നഷ്ടപ്പെട്ടു പോകുന്ന മനസ്സിൻ്റെ ആനന്ദമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, അതും കൂടി നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങും.